ഇല്ലാത്ത ആത്മാവിൻ്റെ ഒരു വലിയ ശക്തി ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. ഒരു പുതുക്രമ ഞങ്ങളുടെ മേൽ ചൊരിയുമാറാകണമേ. നരിയാണിയുള്ളമല്ല, മുട്ടുള്ളമല്ല, അരയുള്ളമല്ല, നീ നീട്ട് കടപ്പം വയ്യാത്ത വലിയ ആത്മപ്രവാഹത്തിൽ ഈ രാത്രികാല നീതി തുടിപ്പാൻ അവിടുത്തെ ജനത്തെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ. വ്യക്തികളായി കുടുംബങ്ങളായി ഈ രാത്രികാലം വലിയ വിടുതൽ അനുഭവിപ്പാൻ സ്വർഗ്ഗമേ സഹായിക്കണമേ. ഹല്ലേലൂയ. പാടുവാനും ആരാധിപ്പാനും അവിടുത്തെ ജനത്തെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവിനോട് കർത്താവിനെ സ്തുതിപ്പാൻ എല്ലാവരെയും ഇവിടുന്ന് ബലപ്പെടുത്തണോ. സൂക്ഷികളെല്ലാം അനുഗ്രഹമാക്കണമേ. ഞങ്ങളുടെ മധ്യയായിരിക്കുന്ന അഭിഷക്തനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആത്മനിർഭരോട് സൂക്ഷിപ്പാൻ രാത്രികാല സൂക്ഷിച്ച ദൈവജനത്തിന് വിടുതലായി തീരുവാൻ പ്രത്യാശയുളവാക്കുവാൻ സ്വർഗമേ ഇവിടെ ഇടയാക്കണം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. പ്രാർത്ഥനകളുടേതായി സ്തോത്രം ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമുക്ക് ഒത്തിരി പേർക്ക് ഹല്ലേലൂയ ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ നാമത്തിലേക്ക് ഹല്ലേലൂയ അടുത്ത് വരുവാൻ കർത്താവിനെ സ്തുതിപ്പാൻ തന്ന ഒരു ദിവസം കൂടി ധ്യാനമായി തന്നെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആരും മൗനമായിരിക്കേണ്ട. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ആമേൻ കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താമുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടി വീഴുമ്പോൾ. ലോകത്തിൻ താമുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടി വീഴുമ്പോൾ. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണ്. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂമിയിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ. അന്ധകാരം ഭൂമിയിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണ്. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കാരണ ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റ് പ്രിയനെ കാണാൻ. കാരണ ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റ് പ്രിയനെ
വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനേ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ, കർത്തന രാജാവൻ കൂട്ടാളിയായ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ, നിത്യന രാജാവൻ കൂട്ടാളിയായ. എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. കാലള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറ്റൻ പ്രിയനെ കാണാൻ. കാലള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറ്റൻ പ്രിയനെ കാണാൻ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനേ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ. അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ. അഗ്നികുണ്ഡത്തിലോ സിംഹക്കുഴിയിലും ദാനിയേൽ ദൈവമേ കൂട്ടാളിയാണ്. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേൽ ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. ആളുള്ള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറ്റ് പ്രിയനെ കാണാൻ. ആളുള്ള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറ്റ് പ്രിയനെ കാണാൻ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനേ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനേ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനേ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. 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 ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ, ലോകത്തിൻ
വിശ്വാസത്തോടെ നമുക്ക് തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാൻ അത്ഭുതം യേശുവിൻ നാമം. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനായി വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനായി വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. കിട്ടിയ കരത്താലും പരിശുദ്ധാത്മശക്തിയാലും കിട്ടിയ കരത്താലും പരിശുദ്ധാത്മശക്തിയാലും സർവബാധയും നീങ്ങിയുമേ. ഭൂതങ്ങൾ വീണ്ടുടൻ പോകും. സർവബാധയും നീങ്ങിയുമേ. രോഗികളും ആശ്വസിക്കും. ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും. ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിൽ ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിൽ ഉയർത്തിടാം. നിന്ദിത പാത്രമേവാ നമ്മെ നായകൻ കൈവിടുമോ. നിന്ദിത പാത്രമേവാ നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേറ്റ് നാം പണിതിടുക.
യേശുവേ നീ ചെയ്ത നന്മകൾക്ക് ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്ക് ഒരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ വേദത്താലല്ല നിന്നെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ വേദത്താലല്ല നിന്നെ അല്ലയോ എന്നെ നടത്തിയത്. സൂര്യൻ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വശമ്യമേടുകളിൽ ഭാരം പിടിച്ചു എന്നെ നടത്തിയതാ. സൂര്യൻ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വശമ്യമേടുകളിൽ ഭാരം പിടിച്ചു എന്നെ നടത്തിയതാ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ മകൾ. എണ്ണിയാൽ തീരാത്ത ചൊല്ലിയാൽ തീരാത്തവൻ മകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ വേലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ വേലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിത്യടോ ദയാ ദയാ നിത്യദയാ. ചിറകടിയിൽ മറയ്ക്കുമ്പോഴേ കുഞ്ഞിനെ ചിറകിന്റെ വാഹിക്കുമ്പോഴേ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുമ്പോഴേ കുഞ്ഞിനെ ചിറകിന്റെ വാഹിക്കുമ്പോഴേ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ മകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ മകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ വേദത്താലല്ല നിന്റെ അല്ലയോ കൈയുടെ വേദത്താലല്ല നിന്നെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിത്യടോ ദയാ ദയാ നിത്യദയാ. നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിത്യടോ ദയാ ദയാ നിത്യദയാ. നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിത്യടോ ദയാ ദയാ നിത്യദയാ. നന്ദി യേശുവേ, നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ വേലത്താലല്ല നിന്റെ അല്ലയോ ശക്തിയാലല്ല കൈയുടെ വേലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ഒരു താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വശമ്യമേടുകളിൽ കാലം പിടിച്ചു എന്നെ നടത്തിയതാ. ഒരു താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വശമ്യമേടുകളിൽ കാലം പിടിച്ചു എന്നെ നടത്തിയതാ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ മകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ. എണ്ണിയാൽ തീരാത്തവൻ മകൾ ചൊല്ലിയാൽ തീരാത്തവൻ മകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ മകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ മകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ മകൾ. യേശുവേ, നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ വേലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ വേലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല
കാറ്റുകളെ തന്റെ ദൂതന്മാരും അഞ്ചുജാലകള് തന്റെ ശുശ്രൂഷകന്മാരുമാക്കി തീർത്ത കർത്താവ് ഈ രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനോട് ഒന്നുമില്ലായ്മ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവർ, മരിച്ചവരെ ജീവിപ്പിക്കുന്ന കർത്താവ്. ആമേൻ, ഹല്ലേലൂയ. മരിച്ചടക്കി 4-ാം ദിവസം നഷ്ടം വെച്ച ലാസറിനെ ഉയർപ്പിച്ചവർ ഈ രാത്രികാലവും നമ്മുടെ മധ്യയുള്ളതിനോട് ഉയർപ്പിന്റെ ശക്തി ഈ രാത്രികാലവും നമ്മുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, സമർപ്പിക്കുക. ദൈവസന്നിധിയിൽ നമുക്ക് താണിരിക്കാം. ഹല്ലേലൂയ. ഈ രാത്രികാലം നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള സഭായുഗത്തിന് അനുഗ്രഹത്തിനായി എലിസബത്ത് സഹോദരിയും സഹോദരന്മാരൊരാളും പ്രാർത്ഥിച്ചാട്ടെ. Praise the Lord Jesus. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. സഭയായ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി കാലം അപ്പാ വിശുദ്ധ ആരാധന അപ്പൻ്റെ പാദപടി ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗ്ഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ. അപ്പാ ഇന്ന് രാത്രി കാലത്തെ അടിയങ്ങളുടെ ആരാധന അപ്പച്ചൻ്റെ കാര്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പച്ചാ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിച്ചനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വിട്ടുപിരിയാൻ കഴിയാത്ത ദൈവിക സാന്നിധ്യം കർത്താവേ, ഇന്ന് രാത്രി കാലം ഞങ്ങൾ ഓരോരുത്തരും അത് അനുഭവിച്ചറിയത്തക്കവണ്ണം ഒരു കുഞ്ഞു പോലും കർത്താവേ ആ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയാതെ ഇന്ന് രാത്രി കാലം ആയിരിക്കാൻ അപ്പൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പാ അങ്ങയുടെ മഹത്വം. ഹല്ലേലൂയ. അപ്പന്റെ മുഖം കണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവേ. ഇന്ന് രാത്രി കാലം കടന്നു വന്ന എൻ്റെ മക്കൾ എല്ലാ അപ്പച്ചൻ്റെ കാര്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വരാൻ കഴിയാതെ ഹല്ലേലൂയ ജോലി മേഖലകളിലെ ഭവനങ്ങൾ രോഗത്താലൊക്കെ ഭാരപ്പെട്ട് ഭവനങ്ങളിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഇന്ന് രാത്രി കാലം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീക സന്തോഷം ആ പ്രിയപ്പെട്ടവരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവേ ഹല്ലേലൂയ അപ്പച്ചനെ ചിറകിൻ മറവിലവരെ മറച്ചുകൊള്ളുമാറാണമേ. അവരും ആ സന്തോഷം അനുഭവിച്ചറിയത്തക്കവണ്ണം കർത്താവോട് പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു മക്കളെല്ലാം ഒരു പ്രാവശ്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ ആരാധന അടിയുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്നതുപോലെ അല്ലപ്പാ ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പാ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കുമായി നന്ദി കർത്താവേ. എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നന്ദിയല്ലാതെ ഒന്നുമില്ല അപ്പാ അങ്ങയുടെ പാദവിടെ. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ നന്മകൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ചില കാര്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാൻ കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തെ ഇന്ന് രാത്രി കാലം സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകുമാറാകണം കർത്താവേ. ഹല്ലേലൂയ. അതിലൂടെ ദൈവാത്മാ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ കർത്താവേ. നല്ല സാക്ഷികളെ ഇന്ന് രാത്രി കാലമേ ഹല്ലേലൂയ എഴുന്നേൽപ്പിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പച്ചന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന അപ്പാ ഹല്ലേലൂയ. കേൾക്കുന്ന വചനങ്ങൾ ഒന്ന് കർത്താവേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ അതിൻ പ്രകാരം ഞങ്ങൾ ജീവിപ്പാൻ ദിവസങ്ങൾ കരുതിക്കൊള്ളുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാല ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാരെ അപ്പച്ചന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്ന ദേവദാസനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് ദൈവം തീർത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ ഹല്ലേലൂയ. ഞങ്ങളുടെ ദേവദാസനെ കുടുംബമായി ഏൽപ്പിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ഹല്ലേലൂയ അടിയങ്ങളോട് ഒരുമിച്ച് കർത്താവെ ആരാധിപ്പാൻ ദൈവം കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ആന്റിക്കായി കർത്താവെ പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളും വിടുവിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആരാധനയെ മുറ്റുമായ അപ്പച്ചന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഭയെ മുറ്റുമായി ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പാ സഭയുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ഓരോന്നും ദിവസങ്ങൾ നടന്നു കാണത്തക്കോണം സ്വർഗ്ഗമേ ഒന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭ
വിശ്വാസമൗനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അപ്പച്ചൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന അപ്പാ. ദിവസം ഞങ്ങളുടെ തലമുറകളെല്ലാം അഭിഷേകത്താൽ നിറയപ്പെടുവാൻ കർത്താവെ, ദർശനങ്ങൾ വെളിപ്പാടുകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണത്തക്കവണ്ണം കർത്താവയോട് സഹായിക്കുമാരോടവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ അതിരുകളെല്ലാം സ്വർഗം വിശാലമാക്കുമാരോടവേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. രാത്രികാലം പരിശുദ്ധാത്മാവ് തന്റെ ആരാധന പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ ഇന്ന് രാത്രികാലം നിയന്ത്രിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പച്ചന്റെ കാര്യത്തിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. അതിന് ശുശ്രൂഷ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ദേവദാസന്മാരെ ദൈവം ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടെ അന്ന് പരിശുദ്ധാത്മാരെ പൂർണ്ണ നിയന്ത്രണം, കാവലും കൂട്ടായ്മയും കൂടെ ഇരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. യേശു തന്നെ വിളനാമത്തിന്റെ പിതാവേ, ആമേൻ. ജീവൻ ബദൽ പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരെ കൂടെ ഞങ്ങളെ കൂടെ ആശ്രയിക്കുകയും നല്ല പിതാവേ നിനക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ, ഒരു വിശുദ്ധ ദൈവമേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിൽ ദൈവമേ ഈ ചർച്ച ഞങ്ങൾക്ക് കൂടി വരുവാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം നല്ല പാട്ടുകളെ തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമേ, അഭിഷേകത്തെ നിറയുവാൻ ദൈവം ഞങ്ങൾക്ക് കഴിയുവാൻ ദൈവം ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വെറുതെ വന്ന് വെറുതെ പോകുന്നവരായി തീരുവാനുള്ള കർത്താവേ, ദൈവത്തിന്റെ അഭിഷേകം ദൈവമേ നിറഞ്ഞവരായി ദൈവമേ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള, ദൈവത്തോട് സംസാരിക്കുവാനും ഒക്കെ കഴിവുള്ളവരായി തീരുവാൻ ദൈവം ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ദേശത്ത് ഞങ്ങൾ ചെറിയ കൂട്ടമാകുവാനല്ല കർത്താവ്, വലിയൊരു സൈന്യമാക്കി ഞങ്ങളുടെ ചർച്ചനെ അനുഗ്രഹിക്കണമേ കർത്താവെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ആരെങ്കിലും രോഗത്താൽ ഭവനത്തിലായിരിക്കുന്നുവെങ്കിൽ കർത്താവെ, അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവമേ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ കരം ദൈവമേ അവിടെ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് ദൈവമേ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ദൈവമേ വലിയതൊന്ന് പ്രാപിച്ച് മടങ്ങിപ്പോവാൻ ദൈവം ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടതൊന്ന് കേൾക്കുവാൻ ദൈവം ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കടന്നു വന്നിരിക്കുന്ന ദൈവദാസനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ദൈവത്തിൽ നിന്ന് വലിയൊന്ന് ദൈവമേ പ്രാപിപ്പാൻ ദൈവമേ ദൈവദാസനെ കരങ്ങളിൽ എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയതൊന്ന് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ദേശത്ത് ഞങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണം. എല്ലാം കൂടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദി. യേശു നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈ പകൽക്കാലത്തെ തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി 50-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവസാനത്തെ വാക്യം ഒരുമിച്ച് ചേർന്ന് വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. സാംസ് 50, 50-ാം സങ്കീർത്തനം. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കില്ല. അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ചതിനോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കാൽ ആകാശം അവന്റെ നീതിയെ ഘോഷിക്കും. എന്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും. ഇസ്രായേലേ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായി ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ ഹനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മൃഗങ്ങളും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെ ഞാൻ അറിയുന്നു, വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നത്, നീ എന്റെ ചട്ടങ്ങളെ അറിയുവാനും എന്റെ നിയമത്തെ എടുക്കുവാനും എനിക്കെന്ത് കാര്യം? നീ ശാസ്ത്രനെ വെറുത്ത് എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീ നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച്
നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിയിക്കുവാൻ ആരും ഉണ്ടാകുകയില്ല. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ താണിരിക്കാം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാകിയാൽ നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുള്ളതിനാൽ ആമേൻ. ഈ രാത്രികാലവും കർത്താവിനെ സന്തോഷത്തോടെ മഹത്വപ്പെടുത്തുവാൻ തൊക്കെ വേണം, ആനന്ദത്തോടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തൊക്കെ വേണം കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾ നിങ്ങളൊക്കെയും മിസ്സായെങ്കിലും വീണ്ടും ആമേൻ സ്വഭവനത്തിൽ എന്ന പോലെ കടന്നു വരുവാൻ ഇതൊക്കെ വേണം, ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ, നിങ്ങളുടെ മുഖങ്ങളൊക്കെ ഒന്ന് കണ്ട് സന്തോഷിപ്പാൻ. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് ഇടയാക്കിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞങ്ങളിവിടെ കടന്നുപോയി നിങ്ങളെല്ലാവരും അറിയുന്ന പോലെ പതിൻ്റെ വിവാഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാനൊക്കെ ഇടയായി. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളുടെ ആമേൻ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. 50-ാം സങ്കീർത്തനം ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. സ്തോത്രം. ഈ സങ്കീർത്തനം ഈ രാത്രികാലം ശുശ്രൂഷിപ്പാൻ Lord, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my heart. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. My one defense, my righteousness. Oh God, how I need. Praise Lord. Romans 5:1-2. Therefore, since we have been justified through faith, we have peace with God through our Lord Jesus Christ, through whom we have gained access by faith into this grace in which we now stand, and we boast of the hope of the glory of God. Amen. Praise Lord, but you will receive power when the Holy Spirit comes upon you, and you will be my witnesses in Jerusalem, in Judah, in Samaria, until the end of the earth. Praise the Lord. John 3:5. Jesus answered, Truly, truly, I say to you, unless one is born of water and the Spirit, he cannot enter the kingdom of God. Please pray for me and my family. Praise the Lord. But seek you first the kingdom of God and his righteousness, and all these things shall be in you. Matthew 6:33. Please pray for me and my family. Praise the Lord. Blessed Lord, thank you, Lord, for a wonderful day. Thank you, Lord, for helping me. Arise, shine, for your light has come, and the glory of the Lord raise upon you. Isaiah 60:1. Please pray for me and my past. Praise Lord. Praise the Lord. Proverbs 7:2. Keep my commands and you will live. Keep my teachings as the apple of your eyes. Praise the Lord. The Lord know the righteousness of the Lord know the righteous the Lord know the righteousness. The Lord know the way of righteousness, but the way of ungodly shall perish. Psalms 1:6. Praise the Lord. Philippians 4:13. I can do all things through Christ which strengthened me. Please pray for me and my family. Praise the Lord.
If God is with me, who will against me? Please pray for me and my family. Praise the Lord. Praise the Lord. Far from him and to him are all things. To him be glory forever. Psalms 11 verse 36. Praise the Lord. Jesus said, let the little children come to me. Mark 10 verses 14. Please pray for me, my family. Praise the Lord. Praise the Lord. Surely goodness and mercy shall follow me all the days of my life. Psalms 23 verses 6. Please pray for me. Praise the Lord. Psalms 92 verse 1. It is good to praise the Lord and make music to your name, O Most High. Please pray for me and my family. Praise the Lord. Psalms 122 verse 1, 2 and 3. I was glad when they said to me, let us go into the house of the Lord. Our feet have been standing in his guards, O Jerusalem. Praise the Lord. Marvel not that I said unto thee, must be born again. John 3 verse 7. Praise the Lord. Praise the Lord. Romans 13 verses 12. The night is far gone and the day is at hand, so let us cast off the works of darkness and put on the armor of light. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാൻ ദൂരസഞ്ചാരത്തുമായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അഭിഷക്തരായി കർത്താവിന് ശോഭിക്കുന്നവരായി സ്വർഗീയ ജ്ഞാനം ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി ആരോഗ്യം ബലമുള്ളവരായി വളർന്നു വരുവാൻ കർത്താവ് എല്ലാവരെയും ശക്തീകരിക്കേണ്ടതിനായിട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം പറയാനുള്ളവർ പെട്ടെന്ന് എഴുന്നേറ്റ് സാക്ഷ്യം പറയണേ. പ്രൈസ് ദി ലോർഡ് ജീസസ്. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കുന്നേ. എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു കാര്യം കൂടെ പറയുവാനുള്ളത്, ചില ദിവസങ്ങൾ ഇവിടെ ഞാനില്ലാതിരുന്ന സമയത്ത് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ ഭംഗിയായി നിർവഹിപ്പാൻ പ്രിയ കർത്താവിന് ദാസൻ ലിജംബറിന് കർത്താവ് കൃപ കൊടുത്ത് കുടുംബമായി കർത്താവരെ സഹകരിച്ച എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. തുടർന്നും കർത്താവ് തന്നെ കരങ്ങളിൽ എടുത്തുപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രിയ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം വായിച്ച് കേൾപ്പാൻ തക്കവണ്ണം ഇടയായല്ലോ. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. സ്തോത്രം. ആ പ്രകാശം നമ്മുടെ മേൽ ഓരോരുത്തരുടെ മേലും ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവിൻ്റെ പ്രകാശവർഷം ഹല്ലേലൂയ ഉദിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയായി ഈ കൂട്ടായ്മയെ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സാക്ഷ്യവാചകൻ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് അമർത്തി കുലുക്കി മടിയിൽ കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി കർത്താവിന് വേണ്ടി അധികമായി ചിലവാകുവാനും പിന്നെയും കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ അഭിഷക്തൻ ഭാഷ സതീഷ് നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. തുടർന്നുള്ള ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പൈതൽ സാം പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ, ദൈവമേ ഞങ്ങളുടെ ആരാധന ദൈവമേ ഹല്ലേലൂയ ആദ്യം മുതൽ കർത്താവേ ദൈവമേ ഞങ്ങളുടെ മുഖം കണ്ട് കർത്താവെ അങ്ങ് ആരാധിപ്പാൻ ബലപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ ഞങ്ങളുടെ സഭയായ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ദൈവമേ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവേ ദൈവമേ അത്ഭുതകരമായ ദൈവമേ വഴികൾ ദൈവത്തിന് നന്ദിയോടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴികളെ തുറന്ന് കർത്താവ് ഞങ്ങൾ തുടർന്നും ആ സാന്നിധ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഞങ്ങളുടെ വിഷയങ്ങൾക്ക് മേൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി മറുപടികൾ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് സകല മഹത്വങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പിക്കപ്പെട്ട ദൈവമേ ഹല്ലേലൂയ സഹോദരയാതിനൊക്കെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കണമേ കർത്താവ്. ഞങ്ങളുടെ നിലവുകളെയും ചിന്തകളെയും എല്ലാം അറിയുന്ന കർത്താവ് ദൈവം അനുഗ്രഹിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തുടർന്ന് നടക്കുന്ന ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവമേ ഏകാഗ്രതയോടും ഭയഭക്തിയോടും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ വചനങ്ങളെ ഏറ്റെടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ നന്ദി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ താണിരിക്കാം. സമയം വളരെ മുന്നോട്ട് പോയിരിക്കുന്നല്ലോ. സ്തോത്രം. ഒരു 15 മിനിറ്റ് കൂടെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗ് ആമേൻ മുന്നോട്ട് പോകുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കാൻ. തുടർന്നുള്ള സമയ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സതീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന വിശുദ്ധദാസൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ കൃപയിലായിരിക്കാനും ദൈവം തന്ന നല്ല കൂട്ടായ്മയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് സതീഷ് കുമാർ എന്നാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. സർക്കാർ ജീവനക്കാരായിരിക്കുന്ന 2 പേരുടെ മകനായി എനിക്കുള്ള 2 സഹോദരിമാരുണ്ട്. വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ നല്ല പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൽ രാഷ്ട്രീയം എൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ
വിദ്യാഭ്യാസത്തിൻ്റെ മണ്ഡലം ഒന്ന് മാറി. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് കുറേ നാള് രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളുമായുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. മുന്നോട്ടുള്ള എല്ലാ വഴികളും അടയപ്പെട്ടു. അങ്ങനെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ITC കഴിഞ്ഞ് 93 സുൽത്താനറ്റ് ഒമാനിൽ ഞാനൊരു മെക്കാനിക്കായിട്ട് കടന്നു വന്നു. എന്നാൽ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വിവിധ ജോലികളിൽ ഞാൻ ഏർപ്പെട്ടു. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കൺസ്ട്രക്ഷൻ തൊഴിലാളിയായും ചുമട്ട് തൊഴിലാളിയായും അങ്ങനെ പല മേഖലകളിൽ ഞാൻ ഈ രാജ്യത്ത് ജോലിയിലായിരുന്നു. എന്നാൽ കഷ്ടപ്പാടിൻ്റെയും വെയിലും കൊണ്ട് മഞ്ഞും കൊണ്ട് AC ഇല്ലാത്ത റൂമിൽ കിടന്ന കുറേ കാലം എനിക്കിവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ബാല്യകാല സുഹൃത്തായിരിക്കുന്ന ഒരു വ്യക്തി യാദൃച്ഛികമായി, ഞാൻ സഹം എന്ന സ്ഥലത്തായിരുന്നു, ഞാൻ യാദൃച്ഛികമായി അദ്ദേഹം ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുന്നത് കാണുവാനിടയായി. യഥാർത്ഥത്തിൽ അദ്ദേഹം ആ ദേശത്തെ വന്നിട്ടില്ല. CSI ബാക്ക്ഗ്രൗണ്ടിലായിരുന്നത് കൊണ്ടും എൻ്റെ ഈ ലോകപരമായ അന്നത്തെ ജീവിതത്തിൽ ദൈവമില്ല എന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ ആ വ്യക്തി മുഖാന്തരം സുൽത്താൻ കാബൂസ് അവരുടെ, അദ്ദേഹം ഇപ്പോഴില്ല, അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ SSF സുൽത്താൻ സ്പെഷ്യൽ ഫോഴ്സിൽ ജോലി കിട്ടി. പടിപടിയായി ഉദ്യോഗമണ്ഡലങ്ങൾ ഉയർന്നു, സാമ്പത്തികം വന്നു, നല്ലൊരു വാഹനമുണ്ടായി. അന്നത്തെ ഫോൺ നിൽക്കറിയാം, മോട്ടോറോള ഫോണ് വളരെ നീളമുള്ള ഫോണാണ്. 93 കാര്യമാണ് ഞാനീ പറയുന്നത്. 93 മുതൽ ഉള്ള വർഷങ്ങളാണ്. സമ്പത്ത് വന്നു, സൗഹൃദങ്ങൾ വന്നു. അതോടൊപ്പം 2 ഹോട്ടൽ, നസീം ഗാർഡൻ എന്ന മൊബൈലിലേക്ക് എടുത്ത് 2 ഹോട്ടൽ ഓപ്പൺ ചെയ്തു. അങ്ങനെ ലോകപരമായി ജീവിച്ച ഒരു ജീവിതം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ഏറെ നാൾ കഴിഞ്ഞു എന്നെ ആർക്കും പിടിച്ചടക്കാൻ കഴിയാത്ത മണ്ഡലത്തിൽ ഒമാനിൽ ഒരറിയപ്പെടുന്ന വ്യക്തിയായിട്ട്, അതോ ലോകത്തിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ജീവിച്ച എൻ്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു. നാട്ടിൽ ഒന്നുമില്ലാത്ത സീറോയായിത്തീർന്നു. വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അപ്പനും അമ്മയ്ക്കൊക്കെ സ്നേഹങ്ങൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. 2 സഹോദരിമാരും ഉന്നതമായ നിലയിൽ ഉദ്യോഗസ്ഥർ കൂടെ ജീവിക്കുന്നവരാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ വന്നപ്പോൾ ഒരു കാര്യം ചിന്തിച്ച്, ഈ ലോകത്ത് ഞാൻ ജീവിക്കേണ്ട ആവശ്യമില്ല, ഈ ലോകം എനിക്ക് അനുകൂലമല്ല, ആരുമില്ല എന്നുള്ള ഒറ്റപ്പെടുത്തലിൻ്റെ നിലയിൽ ആത്മഹത്യക്ക് 3 പ്രാവശ്യം ഡേറ്റ് കുറിച്ചു. കലണ്ടറിൽ 3 പ്രാവശ്യം ഡേറ്റ് കുറിച്ചു. എന്നാൽ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഒരു പേടി. എന്നാൽ എന്തും ഇനി അവസാനം മരിക്കാമെന്നുള്ള തീരുമാനത്തോടു കൂടി ഞാൻ എൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ ബൈക്കിൽ ട്രിവാൻഡ്രത്ത് വഴുതയ്ക്കാട് വഴി നടക്കുമ്പോൾ ഒരു വ്യക്തി ആരോ പറഞ്ഞതുപോലെ എൻ്റെ ബൈക്കിനെ കൈ കാണിച്ചു നിർത്തി. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഗുണ്ടാ തലവനായിരുന്നു. അദ്ദേഹം കൈ കാണിച്ച് നിർത്തി എന്നോട് പറഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു വന്നു എന്ന് ഞാൻ അറിയുന്നു, പക്ഷെ നിനക്കൊരു വഴി ഞാൻ പറഞ്ഞു തരാം, ആ മാർഗത്തിൽ നിനക്ക് വരാമോ എന്ന് ചോദിച്ചു. ഗുണ്ടയായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ വഴി ഏത് വഴിയായിരിക്കും? ഞാൻ പറഞ്ഞു പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ വഴിയിൽ നിനക്ക് വരാൻ പറ്റുമോ? അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, ഈ മനുഷ്യൻ എങ്ങനെ യേശുവിനെ കുറിച്ച് പറയുക? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പാപം യേശു കഴുകി, എൻ്റെ അനേക കേസുകളിൽ നിന്ന് എന്നെ വിടുവിച്ചു, ഞാൻ കർത്താവായ യേശുവിൻ്റെ മകനാണ്, ഞാനിപ്പോൾ ട്രാക്റ്റ് കൊടുക്കുന്നൊരു വ്യക്തിയാണ്. തർക്കിച്ചു. എമ്മൗസിൽ വെച്ച് ശിഷ്യന്മാർ തർക്കിച്ചതുപോലെ ഞാനും പുള്ളിയും കൂടെ ഭയങ്കരമായി തർക്കിച്ചു. അവസാനം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നീ യേശുവിനെ സ്വീകരിക്കുമെങ്കിൽ, നീ യേശുവിൻ്റെ മാർഗത്തിലേക്ക് വരുമെങ്കിൽ നീ രക്ഷപ്പെടും. അദ്ദേഹം ആ വാക്ക് പറഞ്ഞിട്ട് പുറപ്പെട്ടു പോയി. എന്നാൽ 2-3 മാസം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ തേടി ചെന്നു, അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ചെന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവത്തെ ആരാധിക്ക്,
സഭയിലുള്ള ജനങ്ങളെല്ലാം പറഞ്ഞു ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിനെ ഏൽപ്പിക്ക്. പക്ഷെ മനസ്സില്ലാ മനസ്സോടെ ഇരുന്ന് ആരാധിച്ചു. ചില നാളുകൾ കഴിയുമ്പോൾ ഒരു ദൈവദാസൻ അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നു. അദ്ദേഹത്തിൽ കൂടി ദൈവം സംസാരിച്ചു. എനിക്കറിയാത്തൊരു വ്യക്തി എന്നെ അറിയുന്നത് പോലെ സംസാരിക്കുക, എൻ്റെ സകല കാര്യങ്ങളും അറിയുന്ന, എൻ്റെ ഹൃദയത്തെ ഉൾപ്പുകളെ അറിയുന്നൊരു വ്യക്തി സകല കാര്യങ്ങളും വിളിച്ചു പറയുക, വചനത്തിൽ കൂടി വിളിച്ചു പറയുക. അപ്പോൾ എനിക്കൊരു രൂപാന്തരം ഉണ്ടായി, ഒരു മാറ്റമുണ്ടായി. അവസാനം ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയില്ല, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, എനിക്ക് നിന്നെ വേണം. ചാടി എഴുന്നേറ്റ്, എൻ്റെ കയ്യിൽ ബൈബിളൊന്നുമില്ല, ചാടി എഴുന്നേറ്റു യേശുവേ എന്ന് നിലവിളിക്കുമ്പോൾ ശുശ്രൂഷിച്ച ദൈവദാസൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുക. ജനം പൂർണ്ണമായി നിന്ന് കരയുക, ഇരുന്ന ജനം കരയുക. എന്താ ജനം കരഞ്ഞതിൻ്റെ കാരണം എന്താ? ഒരു പാപി മാനസാന്തരപ്പെട്ടിരിക്കുന്നു. കരങ്ങളടിച്ച ദൈവത്തിന്റെ മഹത്വം കരേറ്റ. ഒരു പാപി മാനസാന്തരപ്പെട്ടിരിക്കുന്നു. ഒരു ജീവിതം ദൈവം വിളിച്ചു വേദനിച്ചിരിക്കുന്നു. ഒരു ജീവിതത്തോട് ദൈവം മനസ്സലിഞ്ഞിരിക്കുന്നു. സമർപ്പിച്ചു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യറാണി പട്ടം ലഭിച്ച മെർലിൻ മൺറോ അനേക ഹൃദയങ്ങളെ വശീകരിച്ച മെർലിൻ മൺറോയുടെ മരണം ഏതാനും ഉറക്കക്കുളികൾ കൊണ്ട് താൻ ജീവിതം അവസാനിച്ചു. സൗന്ദര്യം മനുഷ്യനെ രക്ഷിക്കുന്നില്ല. അമേരിക്കയുടെ വ്യാപാര സമുച്ചയമായിരിക്കുന്ന വേൾഡ് ട്രേഡ് സെന്റർ, ലോക പോലീസ് ആയിരിക്കുന്ന അമേരിക്കയുടെ പ്രൗഢിയായിരുന്ന വേൾഡ് ട്രേഡ് സെന്റർ ഏതാനും വ്യക്തികൾ വിമാനം ഇടിച്ച് കയറ്റി അതിനെ ചില മണിക്കൂർ കൊണ്ട് അത് തകർന്നു പോയി. മനുഷ്യന്റെ കഴിവ് മനുഷ്യനെ രക്ഷിക്കുന്നില്ല. ടൈറ്റാനിക് നമുക്കറിയാം, ഏറ്റവും ലോകോത്തരമായ ഉരുക്കുപാളികൾ കൊണ്ട് നിർമ്മിച്ച ടൈറ്റാനിക് നിർമ്മിച്ചവരും കമ്പനി ഉദ്ഘാടനം ചെയ്ത എലിസബത്ത് രാജ്ഞി വിളിച്ചു പറഞ്ഞ് ഇത് ഒരിക്കലും തകരത്തില്ല. പക്ഷെ ടൈറ്റാനിക് 3 ദിവസം കൊണ്ട് ഉടഞ്ഞ് തരിപ്പണമായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സൗന്ദര്യം മനുഷ്യനെ രക്ഷിക്കുന്നില്ല, മനുഷ്യൻ്റെ കഴിവ് മനുഷ്യനെ രക്ഷിക്കുന്നില്ല, മനുഷ്യൻ്റെതായ സ്വതന്ത്ര ബുദ്ധി മനുഷ്യനെ രക്ഷിക്കുന്നില്ല, ആയുധബലം മനുഷ്യനെ രക്ഷിക്കുന്നില്ല. രക്ഷിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവായ യേശുവിൽ കുട്ടി രക്ഷയെന്ന വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച ദൈവത്തിൻ്റെ മഹത്വം കരേറ്റ. ഉടബലഹന്തരാതിരാലകരക ഉടാലബ ശംഭാരിബല രക്ഷിക്കുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഒരിക്കൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ ജീവിപ്പിക്കില്ലയോ? 150-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ. അവിടെ 9 ഉപകരണങ്ങളെ കുറിച്ച് പറയുന്നു. വീണ, തപ്പ്, തന്ത്രിനാഥം ഒക്കെ പറയുന്നു. അവസാനം ഇങ്ങനെ പറയുന്നു, കൈത്താളത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവേ. വെറുതെയല്ല, ഉച്ചത്തുള്ള കൈത്താളത്തോടെ കരങ്ങളടിച്ച ദൈവത്തിന്റെ മഹത്വം കേട്ട. ജീവനുള്ളതൊക്കെയും 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 ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ജീവൻ തന്നവൻ, ആയുസ് തന്നവൻ, ആരോഗ്യം തന്നവൻ, സൗഭാഗ്യം തന്നവൻ, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എത്ര പേര് ദൈവസേനയിൽ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു? അവരെ അനുഗ്രഹിക്കുവാൻ കർത്താവിടെ വന്നിട്ടുണ്ട്. അരിമനാഥൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അരിമനാഥൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മെ അറിഞ്ഞിരിക്കുന്നവനായൊരു ദൈവത്തിൻ്റെ മുമ്പാകെ ഏൽപ്പിക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുവാൻ അരിമനാഥൻ എന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അരിമനാഥൻ്റെ ശബ്ദത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയ ചിന്തയ്ക്കായി ഒരു തിരുവചന ഭാഗം വായിക്കാൻ യെശയ്യാ പ്രവചനം 52-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 52-ന്റെ 12-ാമത്തെ വാക്യം.
നിങ്ങൾ ബദ്ധപ്പാടോടെ പോവുകയില്ല, നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല, ഓടിപ്പോകുകയുമില്ല, ഓടിപ്പോകുകയില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും. ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിമ്പടയായിരിക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിമ്പടയായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേലിന്റെ ചരിത്രം നമുക്കറിയാം. ആ ചരിത്രം പഴയ നിയമത്തിൽ ചരിത്രമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ആ ചരിത്രത്തിൻ്റെ നിഴലുകളായി ചിലത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചരിത്രങ്ങളുണ്ട്. സമാധാനത്തിന് വേണ്ടി ഓടുന്നൊരു ജനത, സമാധാനത്തിന് വേണ്ടി കേഴുന്നൊരു ജനത, സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്തൊരു കാലഘട്ടവും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത തലമുറയുടെ പ്രതിസന്ധികൾ നാം ലൈവായി കാണുന്നു, നാം മാധ്യമങ്ങളിൽ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. പക്ഷേ എന്നാൽ ദൈവം ഒരിക്കലും ആ ജനത്ത് അങ്ങനെയാകുവാൻ ആഗ്രഹിച്ചവനല്ല. ആമേൻ. ദൈവം ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ സന്തോഷത്തോടുകൂടി ദൈവത്തെ ആരാധിപ്പാനാണ് ദൈവം ആഗ്രഹിച്ചത്. ആമേൻ, ആമേൻ. പക്ഷേ എന്നാൽ യെശയ്യാ പ്രവചനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് ഞാനും നിങ്ങൾ ശ്രദ്ധ തിരിക്കുമ്പോൾ ആകാശത്തെ നോക്കുന്നു, ഭൂമിയെ നോക്കി പറയുന്നു, സൃഷ്ടാവ് സൃഷ്ടിയെ നോക്കി പറയുന്നു. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരുക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. മത്സരിക്കുന്ന ജനവും ദൈവത്തെ അറിയാത്തൊരു ജനവുമായി സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ ഓർത്ത് ദൈവം അനുദപിക്കുന്നത് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഓരോ അധ്യായങ്ങൾ ഞാനും നിങ്ങൾ വായിച്ച് ധ്യാനിച്ചു വരുമ്പോൾ ശിക്ഷാവിധിയും ന്യായവിധിയും കൊടുത്തെങ്കിലും ഒരു ശേഷിപ്പിനെ വീണ്ടും നിലനിർത്തിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി നിലനിർത്തുവാൻ ദൈവം ബന്ധപ്പെടുമ്പോൾ ദൈവത്തിന് സ്തോത്രം. 52-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാധാന്യമേറൊരു തിരുവചനം ഇന്ന് രാത്രികാലം എനിക്കും നിങ്ങൾക്കും ധ്യാനിക്കാൻ തരുമ്പോൾ 52-ന്റെ 1 പറയുന്നു, സിയോനേ ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. നോക്കണമേ, അവരെ ഉത്തേജിപ്പിക്കുക, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. സിയോനേ നീ ഉണരുക, ജനമേ നിങ്ങൾ ഉണരുക എന്ന് പറഞ്ഞ് ആഹ്വാനം കൊടുത്തിട്ട് 11-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ വിട്ടുപോരുവിൻ. ആമേൻ. നിങ്ങൾ വിട്ടുപോരുവിൻ എന്ന് പറഞ്ഞാൽ അധർമ്മത്തിൽ നിന്ന് വിട്ടുപോരുവിൻ, പിന്മാറ്റത്തിൽ നിന്ന് വിട്ടുപോരുവിൻ. എന്നിട്ട് ദൈവം പറയുന്നു, അതിൻ്റെ സ്തോത്രം ഹല്ലേലൂയ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ. കരങ്ങളുയർത്തി ദൈവം. ആമേൻ, ഹല്ലേലൂയ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ. യഹോവയുടെ ഉപകരണങ്ങൾ ചുമക്കാന്ന് പറഞ്ഞാൽ ഈ ഉപകരണങ്ങൾ വിലയേറിയതാണ്. ഈ ഉപകരണങ്ങൾ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഉത്തരവാദിത്വമുള്ള ഒരു ജനസമൂഹത്തെ ദൈവം കണ്ടിട്ട് അവരുടെ ഉത്തരവാദിത്വത്തെ കണ്ടിട്ട് ദൈവം പറയുന്നു, ചുമക്കുന്നവരെ. എന്നിട്ട് അവിടെ എന്താ പറയുന്നത്? നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുവിൻ. നിങ്ങളെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് നിങ്ങൾ ബദ്ധപ്പാടോടെ പോവുകയില്ല. അവരോട് പറയുന്നു, നിങ്ങൾ ബദ്ധപ്പാടോടെ പോവുകയില്ല. നിങ്ങൾ ബദ്ധപ്പാടോട് പോകുകയില്ല. ഉത്തരവാദിത്തത്തിന്റെ നടുവില്, നിയോഗങ്ങളുടെ നടുവില്, സ്വന്തം ബാധ്യതകളുടെ നടുവില് ഞാനും നിങ്ങളും ബന്ധപ്പെടുന്ന ചില മണ്ഡലങ്ങളെ ദൈവാത്മാവെന്ന് വെളിപ്പെടുത്തുമ്പോ എൻ്റെ കർത്താവ് പറയുന്നു, ബന്ധപ്പെട്ട് പോകാനല്ല ദൈവം വിളിച്ചത്. വിശ്വസിക്കുന്നവർ കരങ്ങളെത്തി ദൈവത്തിന്റെ മകത്തെങ്ങനേറ്റോ. ബന്ധപ്പെടാനല്ല ദൈവം വിളിച്ചത്. ബന്ധപ്പാടുണ്ടെങ്കിലും ആ ബന്ധപ്പാടിന്റെ നടുവിൽ മുന്നിലും പിന്നിലും നിന്ന് തന്റെ മക്കളെ മാനിക്കുന്ന ഒരു സ്വർഗീയ കർത്താവുണ്ട്. ഹല്ലേലൂയ. എന്തിനൊക്കെ ബന്ധപ്പെടുന്നു? ശ്രദ്ധിച്ചോ, ഈ കാലഘട്ടത്തിൽ എന്തിലൊക്കെ ബന്ധപ്പെടുന്നു? ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ നിങ്ങൾ ഉത്തരവാദിത്തമുള്ള ജോലിയിൽ ഇരിക്കുന്നവരായിരിക്കാം, ഇല്ലേ? പല നിലയിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പല നിലയിൽ കൂടി കടന്നു പോകുന്നതായിരിക്കാം. പക്ഷെ അതിൻ്റെ നടുവിൽ
ബദ്ധപ്പാടില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. അല്ലേ? ശരിയല്ലേ? ആണോ? ശരിയാണോ ഞാൻ ഈ പറഞ്ഞേ? അല്ലേ? നോക്കണം, ഈ ബദ്ധപ്പാട് എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. ബദ്ധപ്പാടെന്ന് പറയുന്നത് സ്വതന്ത്രം ഹല്ലേലൂയ സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയല്ല. ബദ്ധപ്പാടെന്ന് പറയുന്നത് ചില നിയോഗങ്ങളിലേക്ക് നാം മുന്നോട്ട് ഗമിക്കുന്ന ചില അവസ്ഥകളാണ്. പക്ഷെ ബന്ധപ്പെട്ട് ഹല്ലേലൂയ സ്വതന്ത്രം ദൈവത്തിന് സ്വതന്ത്രം നിരാശരായി ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ഞാൻ നിങ്ങൾ കണ്ടുവരുന്നത്. പക്ഷെ എൻ്റെ ദൈവം പറയുന്നു, ബദ്ധപ്പാടിൻ്റെ നടുവിലും തൻ്റെ മക്കളെ താങ്ങി നടത്തുന്ന ഒരു ദൈവമുണ്ട്, ആശ്വാസകനായ നമ്മുടെ കർത്താവ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് 19-ന്റെ അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർക്കുവാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ബന്ധപ്പെടുന്ന ഒരു മനുഷ്യന്റെ ചില ജീവിത സാഹചര്യങ്ങൾ നാം ഒന്ന് ഷെയർ ചെയ്ത് പഠിക്കുകയാണ്, ഒന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ബന്ധപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 19-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരൻ നിമിത്തം കഴിഞ്ഞില്ല. രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തതയോടുകൂടി കഴിയും. ഒന്ന്, അവൻ എരിഹോവിൽ എത്തുമ്പോൾ, എരിഹോ പട്ടണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു, എരിഹോ പട്ടണം പണിയുന്നവൻ പുതുക്കുന്നവൻ അവനും അവൻ്റെ തലമുറകളും ശപിക്കപ്പെട്ടതായിരിക്കുമെന്ന്. അപ്പം ശാപഗ്രസ്തമായ ഒരു സ്ഥലത്താണ് അനുമനാഥൻ കരകാലുയർച്ചെല്ലുവാനിടയായി തീർന്നത്. ദൈവത്തിന് അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവന് ദേശം ഒരു പ്രശ്നമല്ല, രാജ്യം ഒരു പ്രശ്നമല്ല. ദൈവത്തിന് സ്വന്തം ഏത് രാജ്യത്തും ഏത് പ്രതിസന്ധിയിലും അനുമനാഥന്റെ കാൽച്ചുവടിൽ മുന്നോട്ട് വെച്ചാൽ അവിടെ വിടുതൽ തന്നെയാണ്. കരകുലത്തെ ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. അപ്പൊ നോക്കണമേ, ഒന്ന്, യെരിഹോ പട്ടണത്തിന്റെ അവസ്ഥകളെ മാറുവാൻ യേശു പുറപ്പെട്ടു. ആമേൻ. രണ്ടാമത്, യേശു അവിടെ എത്തുമ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ ഒരു ചരിത്രം അവിടെയുണ്ട്. ഒരു വ്യക്തിത്വത്തെ വ്യക്തമായി കാണുന്നു. ഒന്ന്, സക്കായി എന്ന പേരുള്ള ഒരു വ്യക്തി, പേര് വ്യക്തമാകുന്നു. രണ്ട്, ആ വ്യക്തിയുടെ ശാരീരിക അവസ്ഥകൾ അവിടെ വെളിപ്പെടുന്നു. എന്താണ്? വളർച്ചയിൽ കുറിയവനായ ഒരു മനുഷ്യൻ. അടുത്ത എന്താ പറഞ്ഞത്? അവന്റെ ഭൗതിക മണ്ഡലങ്ങൾ അവിടെ വെളിപ്പെടുന്നു. എന്താണ്? ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനായിരിക്കുന്ന ഒരു വ്യക്തി. അടുത്തത് അവന്റെ ഔദ്യോഗിക വ്യവസ്ഥകളെ കാണിക്കുന്നു. എന്താണ്? ചുങ്കക്കാരിൽ പ്രധാനി. ചുങ്കക്കാരിൽ ധനകാര്യ വകുപ്പിൽ ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി. അപ്പൊ പരിശുദ്ധാത്മാവ് ആ വ്യക്തിത്വത്തെ പൂർണ്ണമായി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് കേൾക്കുമ്പോൾ സക്കായിക്ക് യാതൊന്നിനും കുറവില്ല. ഉണ്ടോ? എന്തെങ്കിലും കുറവുണ്ടോ? കുറവുണ്ടാച്ചാ? ഒന്നിനും കുറവില്ല, അല്ലേ? നാം നോക്കുമ്പോൾ നല്ല വ്യക്തിത്വമുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെയെങ്കിലും ആ വ്യക്തിത്വമുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ യേശു കർത്താവ് സ്തോത്രം ഹല്ലേലൂയ യെരിഹോവിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്, സക്കായി ഇന്നലെ വരെ ചിന്തിച്ചതിനുപരിയായി, സക്കായി ഇന്നലെ വരെ പുറപ്പെട്ടതിനുപരിയായി, സക്കായി ഇന്നലെ വരെ കാണുന്നതിനുപരിയായി വ്യത്യസ്തമായൊരു മണ്ഡലത്തിലേക്ക് സക്കായി പുറപ്പെടുകയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പക്ഷെ എന്താ തൻ്റെ ഉള്ളിലുള്ള ചിന്താഗതി? എന്താണ് ഈ പുറപ്പാടിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, യേശു യെരിഹോവിൽ വരുന്നുണ്ട്. യേശു യെരിഹോവിൽ വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എങ്ങനെയെന്ന് കാണാൻ വേണ്ടി മാത്രമായുള്ളൊരു പുറപ്പാടാണ്. അങ്ങനെയെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തൊരു വ്യക്തിത്വമാണ്. യേശു ദൈവമെന്ന് ഒരുപക്ഷെ കേട്ടിരിക്കാം, യേശു ഒരുപക്ഷെ അത്ഭുതം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് ഒരുപക്ഷെ കേട്ടിരിക്കാം, ആരെങ്കിലും പറഞ്ഞൊരു കേൾവിയായിരിക്കാം. പക്ഷെ ആ കേട്ട കേൾവി അവൻ്റെ ഹൃദയത്തിനകത്തൊരു രൂപാന്തരം ഉണ്ടാക്കുന്നു. ആ കേട്ട
കേട്ട വ്യക്തിയായിരിക്കുന്ന സക്കായി യേശുവിൻ്റെ നാമം കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ വെറുതെ ഇരിക്കാൻ തോന്നില്ല. യേശുവിനെ കാണണമെന്നുള്ള ചിന്താഗതിയോടെ പുറപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. Praise the Lord. Praise the Lord. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ച് ദൈവദാസന്മാരെ ഞങ്ങൾ പലപ്പോഴും കാണാനില്ല. ഒരു മൂക്കുപനി വന്നാലും ലീവെടുത്ത് ആരാധന മുടങ്ങി വീട്ടിലിരിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഞാനുമായിരിക്കുന്നത്. എന്നാൽ ഇത്രയും ജനത്തെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്ത് പ്രതിസന്ധി വന്നാലും ഇന്ന് അവധി ദിവസമാണ്, അനേക വിനോദങ്ങളിൽ പോകുവാനിടയായിത്തീരും. പക്ഷേ എൻ്റെ യേശുവിൻ്റെ അടുക്കലിരുന്ന് ഒന്ന് ആരാധിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന ആ ചിന്തയോടുകൂടി ദൈവത്തെ ആരാധിക്കാൻ വന്ന ജനത്തെ കാണുന്നവനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, പുറപ്പെടുകയാ. പുറപ്പെട്ടപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? താൻ ആഗ്രഹിച്ച കാര്യം നിറവേറ്റാൻ കഴിയാതെ ചില തടസ്സങ്ങൾ തൻ്റെ ജീവിതത്തിൽ വരികയാ. എന്താ? പുരുഷാരം നിമിത്തം അവന് യേശുവിനെ കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെയല്ലേ ഈ സമൂഹം? അങ്ങനെയല്ലേ സാമൂഹ്യ അവസ്ഥകൾ? അങ്ങനെയല്ലേ ഇന്ന് സ്വന്തം മീഡിയകൾ വരുന്ന കാര്യങ്ങൾ? പല വിധത്തിൽ വിശ്വാസ സമൂഹത്തെ അധപതിപ്പിക്കുന്ന നിലവാരത്തിൽ വരുന്ന ആത്മീയ മണ്ഡലത്തിൻ്റെ മൂല്യച്യുതികൾ കൊണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഈ അവസ്ഥയിൽ യേശുവിൻ്റെ അടുക്കൽ വരുവാൻ പലരും മടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിലും പുതുതായി ഇതിനകത്ത് കടന്നു വരണമെന്ന് ആത്മഭാരമുള്ള ജനം ദൈവസനിൽ ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമൂഹം, ലോകം ഒരു തടസ്സം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഒന്നാമത്തെ തടസ്സം താൻ അതിജീവിച്ചു. ആമേൻ. രണ്ടാമത്തെ തടസ്സം തൻ്റെ ശാരീരികമായ അവസ്ഥയാണ്. അല്ലേ? അവൻ്റെ ജന്മം കൊണ്ട് സംഭവിച്ചതാണ് പൊക്കക്കുറവ്. സക്കായി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവന്റെ ജന്മനാ വന്ന വിഷയത്തിന് നടുവിൽ അവൻ നിരപരാധിയാണ്. പക്ഷെ ജന്മം കൊടുത്ത ദൈവത്തിനറിയാം, പൊക്കക്കുറവോ അംഗവൈകല്യമോ കണ്ണുകുരുടാക്കിയാലോ ദൈവത്തിന് സ്വതന്ത്ര അംഗവൈകല്യം വന്നാലോ എൻ്റെ കർത്താവ് സകലരെയും അറിയുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ചിന്തിക്കുമ്പോൾ മനസ്സിലായി, രണ്ട് തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ വ്യക്തി എന്ത് ചെയ്തു? അതിനെ പിന്നിലേക്ക് കളഞ്ഞുകൊണ്ട് അവൻ മുന്നിലേക്ക് തന്നെ ചുവട് വെക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തീരുമാനത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. തീരുമാനത്തിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യോ. വിശ്വസിച്ചാൽ, ഉറപ്പോടെ നിന്നാൽ ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടായ്മയുടെ ബന്ധത്തിൽ ദൈവം ചില പ്രവൃത്തികൾ ചെയ്യാൻ പോകുകയാണ്. ആമേൻ, ആമേൻ. പക്ഷെ ഒന്നാമത്തെ തടസ്സവും രണ്ടാമത്തെ തടസ്സവും അതിജീവിച്ചുകൊണ്ട് ഈ വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് യേശു 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 മാത്രം യേശു മാത്രം യേശു മാത്രം എന്നുള്ള ചിന്തയോടുകൂടി ഈ വ്യക്തി മുന്നോട്ട് പുറപ്പെടുമ്പോൾ ദൈവം ഒരു വഴി തുറന്നു കൊടുക്കുക. എന്താണ്? അനേക വൃക്ഷങ്ങൾ അവിടെ ഉണ്ടെങ്കിലും യേശുവിൻ്റെ മകനെ, യേശുവിൻ്റെ നാമം ചുമന്നു കൊണ്ടുപോയ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഒരു വഴി തുറന്നു കൊടുത്ത അനേക വൃക്ഷങ്ങൾ അവിടെ ഉണ്ടെങ്കിലോ ദക്കണമേ സക്കായിയുടെ മുമ്പാകെ ഒരു കാട്ടത്തി വൃക്ഷം ഇങ്ങനെ വെളിപ്പെടുകയാണ്. Praise the Lord, praise the Lord, praise the Lord. ഈ കാട്ടത്തി വൃക്ഷത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അവൻ മുൻപോട്ട് ഓടിച്ചെന്ന് കയറുന്നത് കാട്ടത്തി വൃക്ഷത്തിലാണ്. കാട്ടത്തി വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയാവോ? ഇത് ഔഷധ ഗുണമുള്ളൊരു വൃക്ഷമാണ്. രണ്ട്, വളരെ ഈടുറ്റൊരു വൃക്ഷമാണ്. പെട്ടെന്നൊന്നും അത് ശിഖരങ്ങളൊന്നും ഒടിഞ്ഞു പോകത്തില്ല. ബലമുള്ളതാണ്. രണ്ട്, ഔഷധ ഗുണമാണ്. അടുത്തത് ചരിത്രകാരൻ പറയുന്നത്
ഈ കാട്ടുവൃക്ഷത്തിൻ്റെ തടി കൊണ്ട് ഒത്തിരി കൊത്തുപണികൾ ചെയ്യാൻ കഴിയുമെന്നാണ്. അടുത്തത് പറയുന്നത്, ഇതുകൊണ്ട് ശവപ്പെട്ടി നിർമ്മിച്ചാൽ ഈ ശവം അഴുകി അതിൻ്റെ അസ്ഥികൾ ദ്രവിച്ച് മണ്ണോട് മണ്ണ് ചേർന്നാലും ഈ തടി ഒരിക്കലും ദ്രവിക്കത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സക്കായി തിരഞ്ഞെടുത്ത, യേശുവിനെ കാണാൻ വേണ്ടി തിരഞ്ഞെടുത്ത ആ വൃക്ഷമുണ്ടല്ലോ, അത് ദൈവത്താലുള്ള ഒരു വൃക്ഷമായിരുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മടിച്ചു നിൽക്കാതെ ക്ഷീണിച്ചു പോകാതെ ഞാൻ എന്തെങ്കിലും വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ ചുവട് വെച്ച ദൈവം ചില വഴികളെ തുറക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന എത്രവരുണ്ട്? നിന്റെ കാൽ ചുവട് നീ മുന്നോട്ട് വെച്ചാതെ നീ പിന്നോട്ട് വെച്ച് പോകരുത്. യേശുവിന്റെ നാമം ചുമന്നുകൊണ്ട് നിന്റെ കാൽ ചുവട് മുന്നോട്ട് വെച്ചാൽ എന്റെ ദൈവം നിനക്ക് വഴി തുറക്കുന്ന ദൈവമാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നോക്കണമേ, ഒത്തിരി വൃക്ഷങ്ങൾ അവിടെയുണ്ട്. സക്കായിക്കത് തിരഞ്ഞെടുക്കാമായിരുന്നു, പക്ഷെ അതിലേക്ക് കയറിയാൽ പരാജയം മാത്രം വരുമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സക്കായി തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പ് അത് നല്ല ഒരു തിരഞ്ഞെടുപ്പാണെങ്കിൽ കൂട്ടായ്മ ഒമാനിൽ ഇതിനകത്ത് ദൈവം താങ്കളെ കൊണ്ടുവന്നു എങ്കിൽ ചില കാര്യങ്ങളും കാര്യാദികളും കണ്ണാലെ കാണുന്ന നിലവാരത്തിൽ ചില അത്ഭുത പ്രവൃത്തി 2025 തീരുന്നതിന് മുമ്പേ ദൈവസഭ വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ചില ദൈവീയമായ പദ്ധതികൾ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ദൈവത്തെ സാക്ഷിക്കുന്ന ചില അത്ഭുതത്തിന്റെ, ചില കരുതലിന്റെ, ചില പ്രവൃത്തികൾ ദൈവം ചെയ്യുമെന്ന് ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ തിരഞ്ഞെടുപ്പ് ലോകപരമായൊരു തിരഞ്ഞെടുപ്പാണെന്ന് നമുക്ക് ചിന്തിക്കാമെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് തുറന്നൊരു വഴിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ധനകാര്യ വകുപ്പിൽ ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി, മരം കയറ്റവുമായി യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തി, സ്വതന്ത്രം മരം കണ്ടു അടുത്ത് ചെന്ന് എങ്ങനെ കയറും? കയറാൻ പറ്റുമോ? പറ്റുമോ മാമേ? കയറാൻ പറ്റുമോ? പെട്ടെന്ന് പറ്റത്തില്ല. എങ്ങനെ കയറും? ഇല്ല, കയറാൻ പറ്റുമോ? എങ്ങനെ കയറും? ചെന്ന് നോക്കി നിൽക്കുക, അല്ലയോ? എങ്ങനെ കയറും? ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. പണ്ട് ഞാനിവിടെ ഈത്തപ്പനയിലൊക്കെ കയറിയിട്ടുണ്ട് പാസ്റ്ററെ. നല്ല കയറിയിട്ടുണ്ട്. അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് അറിയണം, അറിയാതെ കയറാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, കർത്താവിൻ്റെ നാമം ചുമന്നുകൊണ്ട് നാം ആയിരിക്കുമ്പോൾ ദൈവം ചില പുതിയ മേഖലകളിലേക്ക് ഒരു നിയോഗം തന്നാൽ, ഇപ്പോൾ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ മാറ്റി ദിശ തിരിച്ച് ദൈവം ഒരു വഴി തുറന്നാൽ, പ്രാർത്ഥിച്ചുകൊണ്ട് നീ ഓരോ വിശ്വാസത്തിൻ്റെ ചുമട് വെച്ചാൽ ചില പ്രൊമോഷൻ മാത്രമല്ല, ചില രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില വഴികളെ, വാതിലുകളെ എൻ്റെ കർത്താവ് തുറക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അറിയാത്ത മണ്ഡലങ്ങൾ, ചില നിയോഗങ്ങൾ ദൈവം തരുമ്പോ അതിനെ നടുവിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എങ്ങനെ കയറി കാണും? എങ്ങനെ കയറി കാണും? ഈ മനുഷ്യൻ എങ്ങനെ കയറി കാണും? യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഏതൊരു ബന്ധവുമില്ലാത്ത മേഖലകളിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, യേശു 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 യേശു. യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിനെ കാണാത്ത വ്യക്തി അവൻ യേശുവിൻ്റെ നാമം നോക്കണമേ, അവനെ അറിയാത്ത ചില മണ്ഡലങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം അരിമതാതൻ അറിയാം. സക്കായി നിൽക്കുന്ന മേഖല അറിയാം, സക്കായി നിൽക്കുന്ന സാഹചര്യം അറിയാം. സക്കായി ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ മരത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അറിയാം. പക്ഷേ സക്കായി എങ്ങനെ നിൽക്കുമ്പോൾ നിയോഗം ദൈവം കൊടുക്കുവാനിടയായി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഓരോ ശിഖരങ്ങൾ താണ്ടുമ്പോൾ, അറിയാത്ത മണ്ഡലങ്ങളെ താണ്ടുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജോലിയിലാകട്ടെ, ആത്മീയ മണ്ഡലത്തിലാകട്ടെ, ശുശ്രൂഷ മേഖലകളിലാകട്ടെ, ഞാൻ നിങ്ങൾ അറിയാത്ത മണ്ഡലങ്ങളാണെങ്കിലും ഭയപ്പെട്ടു പോകരുത്, ഭയപ്പെട്ടു പോകരുത്. എൻ്റെ കർത്താവ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി നാം ഓരോ കാഴ്ചപ്പാടും മുന്നോട്ട് വയ്ക്കുമ്പോൾ എൻ്റെ ദൈവം ചെയ്യേണ്ടത് ചെയ്യുവാനിടയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയരങ്ങൾ താണ്ടി താണ്ടി നിൽക്കുമ്പോൾ
ആയിരക്കണക്കിന് ജനത്തിന് മുമ്പാകെ ആ ജനം കാണാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം വ്യക്തതയാണ്, ഈ ജനം കാണാത്ത നിലവാരത്തിൽ യേശുവിനെ വ്യക്തമായി കാണുന്നത് സക്കായിയാണ്. ഹല്ലേലൂയ. ഈ ജനം കാണുന്നതിനുപരിയായി യേശുവിനെ വ്യക്തമായി കാണുന്നത് യേശുവിന് വേണ്ടി ബന്ധപ്പെട്ട് ഉയരങ്ങൾ കയറിയവനാണ്. നിങ്ങൾ ഉയരത്തിലൊന്ന് ചിന്തിപ്പീൻ എന്നാണ് ദൈവം പറഞ്ഞത്. ഓരോ ശിഖരങ്ങൾ താണ്ടും തോറും അവൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ്. ശിഖരങ്ങൾ ചാന്തി അവൻ എത്തുമ്പോഴും അവൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ്, അവൻ്റെ ദർശനങ്ങൾ മാറുകയാണ്. അരുമനാഥനെ പൂർണ്ണമായി കാണുകയാണ്. ആയിരക്കണക്കിന് ജനം നിൽക്കുമ്പോഴും അവർക്ക് കഴിയാത്തൊരു കാര്യം, അവർക്ക് ലഭ്യമാകാത്തൊരു കാര്യം സക്കായിയുടെ കണ്ണോലെ കാണുവാനിടയായി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയരത്തിൽ നിൽക്കുന്ന സക്കായിയും താഴെ നിൽക്കുന്ന ജനവും. ജനം പറയുന്നു, പിൻപന്മാർ മുമ്പിലും മുൻപന്മാർ പിന്നിലുമെന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ജനത്തിന് എന്തുകൊണ്ട് എരിവ് കിട്ടിയില്ല? ഈ ജനത്തിന് എന്തുകൊണ്ട് ഒരാഗ്രഹം ഉണ്ടായില്ല? എങ്ങനെയെങ്കിലും കണ്ട് കൈയടിച്ച് സ്തോത്രം പറഞ്ഞ് യേശുവിനെ കണ്ട് വീട്ടിൽ പോകാമെന്ന് നിൽക്കുന്ന ജനത്തിൻ്റെ മുമ്പാകെ അതിനു വരി വ്യത്യസ്തനായി എരിവുള്ളവനായി ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന സക്കായിയാണ് യേശു കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണമേ, യേശു അവിടെ എത്തുന്നു. എത്തിയിട്ട് എന്താ സംഭവിക്കുന്നത്? സക്കായിയെ, വേഗത്തിൽ ഇറങ്ങി വാ. ആരെയാ വിളിക്കുന്നേ? അവിടെ നിന്ന് ആരെയും വിളിക്കുന്നില്ല. വിളിക്കുന്നുണ്ടോ? അവിടെ നിൽക്കുന്ന ആരെയും വിളിക്കുന്നില്ല. പിന്നെ ആരെയാ വിളിക്കുന്നത്? സക്കായിയെ വിളിക്കുന്നത്. എന്താ സക്കായി വിളിക്കുന്ന കാരണം? അവൻ ഏറ്റവും ഉയരത്തിൽ നിൽക്കുക, അല്ലേ? അവൻ ഏറ്റവും ഉയരത്തിൽ നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പൊ പേര് ചൊല്ലി വിളിച്ചവൻ, സക്കായിയുടെ പേര് ആരും പറഞ്ഞു കൊടുത്തില്ലേ? ആരും മൊബൈൽ ഫോൺ ഇന്നത്തെ ഒരു കാലഘട്ടം, യേശുവേ ഒരാളിതാ മേളിൽ നിൽക്കുന്ന ആരും പറഞ്ഞു കൊടുത്തില്ലേ? ദൈവത്തിന് സ്തോത്രം. വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? സക്കായി ബന്ധപ്പെട്ടിറങ്ങി എന്നാ പറയുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെയെങ്കിൽ ബന്ധപ്പെട്ടിറങ്ങിയെങ്കിൽ കയറിയത് എങ്ങനെയായിരിക്കും? സ്തോത്രം. ഒന്ന് ചിന്തിക്കണേ. ആ മനുഷ്യൻ എത്രയേ ബന്ധപ്പെട്ടായിരിക്കും കയറിയത്, അല്ലേ? ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവനെ കൈക്കൊണ്ടു. അവനെന്ത് ചെയ്തു? കൈക്കൊണ്ടു. സ്തോത്രം. അപ്പൊ ബന്ധപ്പെട്ട് യേശുവിന് വേണ്ടി ബന്ധപ്പെടുന്ന, യേശുവിന് വേണ്ടി പുറപ്പെടുന്ന, യേശുവിന് വേണ്ടി ആയിരിക്കുന്ന ജീവിതങ്ങളെ കാണാതിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ബന്ധപ്പെട്ടവൻ ഇറങ്ങി വന്നപ്പോൾ യേശു കൈക്കൊണ്ടപ്പോൾ സക്കായിക്ക് ചില ഗിഫ്റ്റുകൾ കിട്ടുക. അവിടെ എന്താ ഗിഫ്റ്റ് കിട്ടുന്നത്? ഒന്നാമത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ നിന്റെ വീട്ടിൽ പാർപ്പാൻ വരികയാണ്. ആമേൻ, ഹല്ലേലൂയ. ഒന്ന്, യേശു കൈക്കൊണ്ടു, യേശു അവനെ അംഗീകരിച്ചു. രണ്ടവനോട് പറയുന്നു, ഞാൻ നിന്റെ വീട്ടിൽ പാർപ്പാൻ വരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കണമേ, യേശുവിന് വേണ്ടി ബന്ധപ്പെടുന്നത് ദൈവനാമത്തിൽ ശുശ്രൂഷയ്ക്കായിട്ടാകട്ടെ, എന്തിനേറെ ഈ ഉപകരണങ്ങൾ വായിക്കുന്നതാകട്ടെ, എന്തിനേറെ സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ഉപകരണമുണ്ടല്ലോ, അതുമെടുത്ത് ഉപയോഗിക്കുന്നവരാകട്ടെ, ആർക്കും പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ദൈവത്തിന്റെ മഹത്വം കേട്ട റൂഗാബാല സന്ദര ദിരാലകരക അത്തുരാലകരകരക ദിരാലകരക. കർത്താവിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും നിനക്ക് പ്രതിഫലം തരുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണമേ, രണ്ട് ഗിഫ്റ്റ് ദൈവം കൊടുക്കുക. ഒന്ന് കൈക്കൊണ്ട്. ലോകം കൈക്കൊണ്ടില്ലെങ്കിലും, രക്തബന്ധങ്ങൾ കൈക്കൊണ്ടില്ലെങ്കിലും, സ്വത്രം സൗഹൃദങ്ങൾ കൈക്കൊണ്ടില്ലെങ്കിലും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൈക്കൊള്ളേണ്ടവനായ ദൈവം നമ്മെ കൈക്കൊണ്ടു എങ്കിൽ നാം പേടിക്കേണ്ടതുണ്ടോ? ഭാരപ്പെടേണ്ടതുള്ളൂ. അമ്മയില്ല, അപ്പനില്ല, ആരുമില്ല, ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന മണ്ഡലത്തിൽ ഞാൻ അങ്ങനെ പോയ ജീവിതത്തിൽ എൻ്റെ യേശു എന്നെ കൈക്കൊണ്ടത് കൊണ്ട് ഞാൻ എത്ര സന്തോഷവാനാണ്.